ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഗായ്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീട്ടിലെ പരിപാടി എന്താണെന്ന് നമ്മൾ വലിയതായിട്ട് പ്ലാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും മെയിനായിട്ട് ചെയ്യണം എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മുടെ വീട്. അപ്പം നമ്മുടെ വീട് നമ്മൾ ചെറിയ ഒരു പശുവിനൊക്കെ നമ്മളിവിടെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീടിന് നമ്മൾ കുറേ അപ്ഗ്രേഡൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ നെതർ പോർട്ടിൽ നമ്മൾ കുറച്ച് അപ്ഗ്രേഡൊക്കെ കൊടുക്കാറുണ്ട്. നമുക്ക് ഇത് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഒന്നുമില്ല. പക്ഷെ നമുക്ക് വീടിനും ഒരു അപ്ഗ്രേഡ് കൊടുക്കണം, നെതർ പോർട്ടിനും ഒരു അപ്ഗ്രേഡ് കൊടുക്കണം. ഞാൻ ആദ്യം കുറച്ച് പശുക്കളെ പിടിച്ചിടാം. അപ്പോൾ എന്തായാലും നമുക്ക് കുറേ പശുക്കളെയൊക്കെ ബ്രീഡ് ചെയ്യാം. നമുക്ക് ഭാവിയിൽ ബുക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറേ ലെതറൊക്കെ വേണം. അപ്പോൾ നമുക്ക് കുറച്ച് പശുവിനൊക്കെ പിടിച്ചിടാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പശുക്കളൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടും കുറച്ചൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം. വീടിന് കുറച്ച് ഡെക്കറേഷനൊക്കെ അവിടെ ഇവിടെ കൊടുക്കണം. പിന്നെ നമ്മുടെ നെതർ പോർട്ടിലും ഇച്ചിരി അപ്ഗ്രേഡൊക്കെ കൊടുക്കണം. അതാണ് ഈ വീഡിയോയിലെ മെയിൻ. പിന്നെ നമ്മുടെ ഷുഗർ കെയിൻ ഫാമൊക്കെ ഇവിടെ വളർന്നു വരുന്നുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം ഒരു ഓട്ടോമാറ്റിക് ഫാം പണിയണം. ഇപ്പോൾ നമുക്ക് നെതർ പോർട്ടിൽ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ അരികത്തെ കുറച്ച് ഡെക്കറേഷൻ കൊടുക്കണം. പിന്നെ നെതർ പോർട്ടലിനും കുറച്ച് ഡെക്കറേഷനൊക്കെ കൊടുക്കണം. ഈ ഒരു വീഡിയോയുടെ എൻ്റെ ആവുമ്പോഴേക്കും നെതർ പോർട്ടൽ ഇതുപോലെ ഉണ്ടാവും. ഇപ്പോഴത്തെ ഒരു നെതർ പോർട്ടൽ പണിയാനായിട്ട് നമുക്ക് ഒരുപാടധികം റീസോഴ്സിൻ്റെ ആവശ്യമുണ്ട്. ആദ്യം തന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ ഡയമണ്ടാണ്. അപ്പോൾ ഡയമണ്ടിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ ഫാമൊക്കെ കുറച്ച് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് റിസോഴ്സ് കളക്ട് ചെയ്യണം. സോ ഞാൻ ഫസ്റ്റ് തന്നെ കുറേ അധികം വുഡ് കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. കാരണം എനിക്കൊരു ബീവ് ഹൈവ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കണമായിരുന്നു നമ്മുടെ ഫാമിൽ. അതാവുമ്പോൾ തേനീച്ചകൾ വെച്ചിട്ടുള്ള സെറ്റപ്പാണ്. അതാകുമ്പോൾ നമ്മുടെ ഫാം പെട്ടെന്നാവും. അങ്ങനെ നമ്മൾ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ബീ ഹൈവ് നമ്മൾ പണിതിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫാമിൻ്റെ ചുറ്റും നമ്മൾ കുറേ ലീഫും ബുഷസും അങ്ങനത്തെ ഒരു സംഭവങ്ങൾ നമ്മൾ നേരത്തെ വെച്ചിട്ട് ഇനി നമുക്ക് കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പിന്നെ ഒരുപാടധികം നമുക്ക് മറ്റേ ഗ്ലാസിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ ഒരുപാടധികം ഗ്ലാസ് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു. അതിനുശേഷം നമ്മുടെ വീടിൻ്റെ പുറം ഭാഗം നമ്മൾ ശവൽ വെച്ച് നമ്മളൊരു വഴി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ അതിൻ്റെ പണിയിലേക്ക് പിന്നെ കിടന്നു. അപ്പോഴേക്കും ഒരു ഡ്രൗൺ വന്ന് നമ്മൾ ശല്യം ചെയ്യാൻ നോക്കി. പക്ഷേ അവനെ നമ്മൾ കൊന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു പണിയും പൂർത്തിയാക്കി. പക്ഷേ ഇവിടെ ഒരു ക്രീപ്പർ ഹോളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു സംഭവം നമ്മളിപ്പോൾ ഫിക്സ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് വേറെ ഭാവിയിൽ നമുക്ക് ആ സ്ഥലം മൊത്തം ഫ്ലാറ്റ് ആക്കാനുള്ളതാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ വീടിൻ്റെ കുറച്ച് ഡേട്ട് കിട്ടി. അപ്പോൾ ആ ഡേട്ട് വെച്ച് നമ്മൾ വീടിൻ്റെ അരികെ ഒന്ന് കുറച്ചുകൂടി നീട്ടി. അതിനുശേഷം നമ്മുടെ ഗ്ലാസ് കുറച്ച് കുരുകി വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് നമ്മുടെ ഫാമിൽ നമ്മൾ പ്ലേസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം പിന്നെ നമ്മൾ അതിനുശേഷം കുറച്ച് സ്റ്റേഴ്സൊക്കെ വെച്ച് തുടങ്ങി എല്ലായിടത്തും. കാരണം നമ്മൾ ഗ്രാനൈറ്റിൻ്റെ സ്ട്രേസൊക്കെ ഉണ്ടാക്കി. കാരണം അത് കുറച്ച് ഡെക്കറേറ്റീവ് ആയിരിക്കും. അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മൾ പല സ്ഥലത്തുമായിട്ട് റാൻഡമായിട്ട് ഗ്രാനൈറ്റ് വെച്ചു, പിന്നെ നമ്മുടെ ലീഫ് വെച്ചു, പിന്നെ അതുപോലത്തെ സംഭവങ്ങൾ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത ഗ്ലാസിൻ്റെ പരിപാടി, ഗ്ലാസ് പൂർത്തിയാക്കാൻ വേണ്ടി നമ്മൾ പോയി. പക്ഷെ നമ്മുടെ കയ്യിൽ ആവശ്യത്തെ ഗ്ലാസ് ഇതുവരെ ആയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ സാധനം തീർന്നു. പിന്നെ ഈ കുറച്ച് ഗ്ലാസ് കൊണ്ട് എന്തായാലും പണി തീരത്തില്ല. എങ്കിലും ആ ഗ്ലാസും കൂടി നമുക്ക് അവിടെ വയ്ക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഓടിച്ചെന്ന് കുറച്ച് പൂ കളക്ട് ചെയ്തു. കാരണം നമ്മുടെ ബീസ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് വരണം. അപ്പോൾ അവരൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സംഭവമുണ്ട്. അപ്പോൾ അതവിടെ വീഴുമ്പോഴാണ് നമ്മുടെ ക്രോപ്സൊക്കെ പെട്ടെന്ന് വളരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്ലവർ കളക്ട് ചെയ്തു. കുറച്ചധികം വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവർ കയ്യിലിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്ലവറൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഗ്ലാസും കൂടി ഒരു 9 ഗ്ലാസ്സേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം നമുക്ക് നമ്മുടെ തേനീച്ചകൾ തപ്പി നടക്കുന്നതായിരുന്നു അടുത്ത പരിപാടി. മാത്രമല്ല നമ്മൾ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഷെയ്ഡറിൻ്റെ ആ ഷാഡോയും ആ ലൈറ്റിങ്ങും അതൊക്കെ ഞാൻ ആസ്വദിച്ചു. അതുപോലെ തന്നെ നമ്മുടെ തേനീച്ചേനെയും കിട്ടി. പിന്നെ നമ്മുടെ തേനീച്ചേനെ ബാബാ കോഴി എന്ന് പറഞ്ഞ പോലെ അതിന് പകരം തേനീച്ചയായിരുന്നു. അങ്ങനെ നമ്മൾ 2 തേനീച്ചകളെ നമ്മുടെ കൂട്ടിലേക്ക് അടച്ചിടാൻ വേണ്ടി നമ്മൾ ആകർഷിച്ചു. അങ്ങനെ അവരെ കൊണ്ടുപോയി നമ്മൾ നമ്മുടെ കൂട്ടിലടച്ചു. അങ്ങനെ അവരെ ബ്രീഡ് ചെയ്യിപ്പിച്ചു. അങ്ങനെ നമുക്ക് ഒരു കൊച്ചു ബീനെ കിട്ടി. എവിടെയൊക്കെയോ ആദ്യം നടക്കുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുങ്ങളിപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടിൻ്റെ അകത്ത് നിൽക്കണില്ല. അതുകൊണ്ട് നമുക്ക് കുറേ കൂടി ഗ്ലാസ് വെക്കേണ്ടി വരും. അപ്പോഴായിരിക്കും ഒരു കൂടിൻ്റെ അകത്ത് നിൽക്കത്തുള്ളൂ. എന്തൊക്കെ വന്നാലും പിന്നെ നമ്മൾ ബാക്കി സീഡൊക്കെ പ്ലാന്റ് ചെയ്തു.
അതിനൊക്കെ ശേഷം ഇതായിരുന്നു നമ്മുടെ ഫൈനലായിട്ടുള്ള ലുക്ക്. ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ലുക്ക്. നമ്മുടെ വീടിൻ്റെ ആ ഒരു സ്ഥലമൊക്കെ അത്യാവശ്യം നല്ല മനോഹരമായിട്ടുണ്ട്. മറ്റേടത്തെ പോലെ കുളമായിട്ട് വാണായിട്ടിരിക്കണില്ല. അതിനുശേഷം ഞാൻ വേറൊരു കുഴി തോണ്ടി എന്നിട്ട് അവിടെ കുറച്ച് മഷ്റൂം നട്ടു വയ്ക്കാൻ നോക്കി. അന്നേരമാണ് ഞാൻ ഈ ടെക്നിക്ക് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കുറേ മഷ്റൂം നട്ടു വെച്ചു. അങ്ങനെ പിന്നീട് കുറച്ച് നേരം നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മനോഹരമായിട്ടുള്ള ഡെക്കറേഷനൊക്കെ നോക്കി, നമ്മുടെ വീടിൻ്റെ ഭംഗിയൊക്കെ നോക്കി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് നമുക്ക് ഡയമണ്ട് വേണമല്ലോ എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയമണ്ട് മൈനിങ്ങിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എത്തിയൊരു കേവ് ഉണ്ട്. ആ കേവിൽ നിന്ന് നമ്മളിതുപോലെ ഡേട്ടൊക്കെ പണിതിട്ട് നമ്മളൊരു ഡയമണ്ട് കണ്ടുപിടിച്ചു. അപ്പോൾ അതിൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. സ്കേട്ടനൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ ലാഭം പോയി ചാവും. അതുകൊണ്ട് വളരെ ബുദ്ധിപരമായി കഷ്ടപ്പെട്ട് നമുക്ക് അപ്പുറത്തേക്ക് എങ്ങനെയും പോയി ആ ഡയമണ്ട് മൈൻ ചെയ്തെടുക്കണം. അങ്ങനെ കുറേയധികം നേരത്തെ നമ്മുടെ അഡ്വഞ്ചറസിന് ശേഷം നമുക്ക് ഫൈനലി നമ്മുടെ ഡയമണ്ട് ബ്ലോക്കിൻ്റെ അടുത്ത് എത്താനായിട്ട് സാധിച്ചു. അങ്ങനെ ഫൈനലി നമുക്ക് നമ്മുടെ ഡയമണ്ടും കിട്ടി. അപ്പി നമുക്ക് നമ്മുടെ ഡയമണ്ട് കിട്ടി. അങ്ങനെ നമുക്ക് നമ്മുടെ തൃശ്ശൂരല്ല, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് നമുക്ക് പോകാം. പിന്നീടാണ് ഞാൻ ആ മൂഞ്ചി സത്യം മനസ്സിലാക്കിയത്. എൻ്റെ കയ്യിൽ ഒരു ഡയമണ്ട് മാത്രമേ ഉള്ളൂ. എനിക്കിനി ഒരു ഡയമണ്ടും കൂടി വേണം ഒരു പിക്കാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പണിയുണ്ട്. നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ട് എന്നാ അഡ്വഞ്ചർ അങ്ങനെയല്ല, ഭയങ്കര കഷ്ടപ്പെട്ട് നമുക്ക് ഒരു ഡയമണ്ട് കൂടി ഇനി വേണം. ഇനി നമ്മൾ സ്ട്രിപ്പ് മൈനിങ്ങിന് പോകേണ്ടതായിട്ട് വരും. എനിക്കിനി സ്ട്രിപ്പ് മൈനിങ്ങിന് പോകാൻ വയ്യ. ഞാൻ മടുത്തിരിക്കുക സ്ട്രിപ്പ് മൈനിങ്ങിന് പോകാൻ. പിന്നെ നമ്മൾ അവിടെ ഉള്ള ഒരു ഇല ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അങ്ങനെ അത് നമ്മൾ സക്സസ്ഫുള്ളി ക്ലീൻ ചെയ്തു. അങ്ങനെ അതിനുശേഷം നമ്മൾ അത് വെച്ച് കുറച്ച് ഏരിയകളൊക്കെ ഒന്ന് ഡെക്കറേറ്റീവ് ആക്കി. അപ്പോൾ നമ്മുടെ ഏരിയ ഒക്കെ കാണാൻ കുറച്ചുകൂടി കിടിലായി. ഇപ്പം നമ്മുടെ ഏരിയ കാണാൻ ഒരു ക്ലാസിക്, ഒരു കോസി വൈബൊക്കെ ഉണ്ട്. പിന്നെ സ്ട്രിപ്പ് മൈനിങ്ങിന് പോകാൻ മടിയാണെങ്കിലും സ്ട്രിപ്പ് മൈനിങ്ങിന് പോയാലേ പറ്റൂ. അതുകൊണ്ട് സ്ട്രിപ്പ് മൈനിങ്ങിന് പോകാം. അതിനു മുമ്പ് എൻ്റെ സ്ട്രിപ്പ് മൈനിങ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ 20 സബ്സ്ക്രൈബേഴ്സിലേക്ക് ആക്കുക. അങ്ങനെ ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ സ്ട്രിപ്പ് മൈനിങ്ങിന് വേണ്ടി പോയി. സ്ട്രിപ്പ് മൈനിങ് ഇരുട്ടാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നല്ല ഇരുട്ടായിരുന്നു. എൻ്റെ കയ്യിൽ ടോർച്ച് പോലില്ലായിരുന്നു. എങ്കിലും നമ്മൾ മൈനിങ്ങിന് വേണ്ടി തന്നെ തുടർന്നു. കുറേ നേരം എടുത്തിട്ടാണ് നമുക്കൊരു കേവ് കിട്ടുക. അതിനുശേഷം നമ്മൾ അവിടുത്തെ ഒരു സോംബിയെ നമ്മൾ തല്ലി പപ്പടാക്കി. പക്ഷേ ആ കേവിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. ആ കേവ് നമ്മൾ കാണുമ്പോൾ അധികം ലാഭമുള്ളതൊക്കെ ആയിട്ട് തോന്നും. പക്ഷേ ആ കേവിൻ്റെ മുകളിലേക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർത്തു എന്തുകൊണ്ട് നമുക്ക് ആ കേവിൻ്റെ മുകളിലേക്ക് പോയിക്കൂടാ. അടിയിലേക്ക് അധികം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമായിരുന്നു. പിന്നെ ഞാൻ ആ ക്ലേവ് മൊത്തം എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ അതിൻ്റെ അടിയിലേക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മുകളിലേക്ക് യാത്ര തിരിച്ചു. ഇനി നമുക്ക് കുറച്ച് നേരം സഞ്ചാരം ടി വി ആവാം. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം കുറ്റാക്കൂരിടത്ത് നമ്മളൊരു സോംബീനെ കണ്ടു. പിന്നെ നമ്മൾ അവനെയും തല്ലിക്കൊന്നു. അവനെ തല്ലിക്കൊല്ലാൻ എൻ്റെ ഒരു ആക്സ് പൊട്ടി. പിന്നെ കൈ കൊണ്ടാണെങ്കിലും അവനെ തല്ലിക്കൊന്നു. അതിനുശേഷം നമ്മുടെ യാത്ര പിന്നെ നമ്മൾ തുടർന്നു. കുറേ നേരത്തിന് ശേഷം നമുക്ക് ഡയമണ്ടോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു സംഭവം കിട്ടിയില്ല. പക്ഷെ നമുക്കൊരു സ്കെലട്ടനെ കിട്ടി. പിന്നെ എൻ്റെ ഗെയിം നന്നായിട്ട് ഹാങ് ആവുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ സ്കെലട്ടനെ എൻ്റെ കൈ വെച്ച് തല്ലിക്കൊണ്ട് വന്നു. അന്നേരം ഞാൻ ഒരു എൻഡർമാൻ്റെ കണ്ണിലേക്ക് നോക്കി. അത് വേറെ പ്രശ്നമാകുമെന്ന് ഞാൻ ഓർത്തേ, പക്ഷേ പ്രശ്നമായില്ല. കുറേ അധികം മണിക്കൂർ നമ്മൾ അവിടെ നടന്നു. ഞാൻ വന്ന വഴി തന്നെ മറന്നുപോയി. പക്ഷേ എങ്ങനെയെങ്കിലും പുറത്തെത്താൻ പറ്റും. ഡയമണ്ട് അങ്ങനെ കിട്ടൂലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെയും ആ കേവിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ തുടങ്ങി. ആ കേവിൻ്റെ ഓരോ വശത്തും ഓരോ ലാവ പൂളുണ്ട്. പക്ഷേ അവിടെ പ്രത്യേകിച്ച് ഡയമണ്ട് ഇല്ല. അത് ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ മണിക്കൂറുകളുടെ സെർച്ചിങ്ങിന് ശേഷം നമുക്ക് ഫൈനലി നമുക്ക് ആവശ്യമുള്ള സംഭവം കിട്ടി, നമ്മുടെ ഡയമണ്ട്.
അങ്ങനെ പിന്നെ അത് മൈൻ ചെയ്തെടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഓവർ വേൾഡിലേക്ക് തിരിച്ചു പോയി. കൂടി 2 ഡയമണ്ട് കിട്ടിയുള്ളൂ. പക്ഷേ അതൊരു സീനുള്ള കാര്യമല്ല. മണിക്കൂറുകൾ എടുത്ത് നമുക്കൊരു 2 ഡയമണ്ട് കിട്ടാം. പക്ഷേ കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മുടെ നെതർ പോർട്ടൽ അപ്ഗ്രേഡ് ചെയ്യാം. 2 കിട്ടിയുള്ളൂ. പക്ഷേ എങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള എന്തായാലും കിട്ടി. അപ്പം നമുക്ക് ഇനി നെതർ പോർട്ടൽ അപ്ഗ്രേഡ് ചെയ്താൽ മാത്രം മതി. നമുക്ക് ഡയമണ്ട് മാത്രം മതിയില്ല, നമുക്ക് വേറെ കുറേ റിസോഴ്സും വേണം. നമുക്ക് അതിനും പോകണം. അങ്ങനെ പിന്നീട് നമ്മൾ നെതറിൽ പോയി നമ്മുടെ ആവശ്യത്തിനുള്ള വുഡ്, അതുപോലെ തന്നെ അങ്ങനത്തെ ഉള്ള റിസോഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി പോയി. വുഡ്, ഗ്ലോ സ്റ്റോൺ, അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ലീഫ്, ഇങ്ങനത്തെ ഒരുപാടധികം കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരുന്നു നെതറിൽ. അങ്ങനെ കുറേ നേരത്തെ ഇതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള റിസോഴ്സ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇത്രയും റിസോഴ്സസ് കൊണ്ട് കാര്യം ഉണ്ടാവുമെന്ന്. പക്ഷെ നമുക്ക് തൽക്കാലത്തേക്ക് ഇത്രയും മതിയായിരിക്കും. പിന്നെ നമുക്ക് പതുക്കെ നെതർ പോർട്ടൽ ബിൽഡ് ചെയ്ത് തുടങ്ങാം. ഈ ഐലൻഡ് ഞാൻ പണിയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഐലൻഡിൽ നിന്ന് വേറൊരു ഐലൻഡ് പോലെയായിരിക്കും. അപ്പോൾ ഇത്ര റിസോഴ്സ് മതി. അപ്പോൾ നമുക്ക് പണിത് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഈ പഴയ നെതർ പോർട്ടൽ പൊട്ടിച്ച് കളഞ്ഞു. അതിനുശേഷം നമ്മൾ ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കി. അതിനുശേഷം നമ്മുടെ പഴയ നെതർ പോർട്ടൽ നമ്മൾ പൊട്ടിച്ചു. ഇതായിരുന്നു നമ്മുടെ നേരത്തെ ഇരുന്ന നെതർ പോർട്ടലിലെ സ്ഥലം. അപ്പം ഞാൻ ഇവിടുന്ന് പണിയണോ അതോ പുറകിൽ നിന്ന് പണിയണോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 14 ഒബ്സിഡിയൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ തീരുമാനിച്ചു നമുക്ക് ഈ സൈഡിൽ നിന്ന് പതുക്കെ ഈ ഒരു ഏരിയ ഒക്കെ കുറച്ചൊന്ന് ഡേർട്ടൊക്കെ ഇട്ട് നമുക്ക് ഇവിടുന്ന് പതുക്കെ അങ്ങോട്ടൊരു ഐലൻഡ് പോലെ പണിയാം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഏരിയ. ഈ ഒരു ഏരിയ ഞാൻ അത്യാവശ്യം ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഏരിയ വലിയ സീനില്ല. ഇനി നമുക്ക് അങ്ങോട്ടൊരു പതുക്കെ ഐലൻഡ് പോലെ പണിയണം. അതിന് ശേഷം അവിടെ ഒരു വാണ്ടറിങ് ട്രേഡർ വന്നു. അവൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിലിൻ്റെ ട്രേഡും ഒരു പൊട്ടറ്റോയുടെ ട്രേഡും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ 4 ബേക്ക്ഡ് പൊട്ടറ്റോ എടുത്തുകൊണ്ട് പോയി അവൻ്റെ കൂടെ ട്രേഡ് ചെയ്തു. അതിനുശേഷം നമ്മുടെ രാത്രി നമ്മൾ പണി തുടങ്ങി. കാരണം എനിക്ക് കുറച്ച് പരിപാടിക്ക് വേണ്ടി മൈൻക്രാഫ്റ്റിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അതുകൊണ്ട് രാത്രി എങ്കിലും നമ്മൾ പണി തുടങ്ങി. നമ്മൾ ഇവിടുന്ന് പതുക്കെ ഡീപ്പ് സ്ലേറ്റിൻ്റെ ഇതും പിന്നെ നടുക്കായിട്ട് കോബിൾ സ്റ്റോണും വയ്ക്കുന്ന ഒരു രീതിയിലായിരുന്നു. അങ്ങനെ നമ്മൾ പണി തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളത് റൗണ്ട് ആക്കാൻ വേണ്ടി ശ്രമിച്ചു. ഓക്കെ, എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ട്യൂട്ടോറിയൽ ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. ഇത് എൻ്റേതായ ഒരു രീതിയിലുള്ളൊരു സംഭവത്തിലാണ്. പിന്നെ ഇതൊരു മനോഹരമായിട്ട് വരാൻ വേണ്ടി എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു റൗണ്ട് പോലെ വരുന്നതാണ് എൻ്റെ അറിവ്. അങ്ങനെ രാവിലെ ആയപ്പോഴേക്കും നമുക്ക് ഏകദേശം ഈ ഒരു സംഭവത്തിലാണ് കിട്ടിയത്. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് നെതറാക്കം വെച്ചു. ഈ അപ്പുറത്തെ സൈഡ് വയ്ക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടാസ്ക്. പക്ഷെ നമുക്ക് അപ്പുറത്തെ സൈഡും പതുക്കെ വെച്ച് തുടങ്ങാം. അങ്ങനെ കുറേ നേരം കഴിഞ്ഞതും നമ്മുടെ ഈ ഒരു സൈഡ് കുറച്ചധികം എസിമെട്രിക്കലായിപ്പോയി. ഒരു സൈഡ് അത്യാവശ്യം കൃത്യമായിട്ടുണ്ട്. അപ്പം നമുക്കിനി അത് ശരിയാക്കണം. അതിനി അടുത്ത ടാസ്ക്. ഓക്കെ, ഈ ഒരു സൈഡ് പെർഫെക്റ്റാണ്. ആ ഒരു സൈഡിൽ ആ ഒരു മൂലയെ മാത്രം കുറച്ച് മാറ്റം വരുത്തിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സൈഡും കൃത്യമായിട്ട് കിട്ടും. പിന്നെ കുറച്ച് നേരം അതിൻ്റെ പണിയിലായിരുന്നു. അങ്ങനെ അതും ശരിയാക്കി എടുക്കാൻ കുറച്ച് സമയമെടുത്തു. പിന്നെ നമ്മൾ നടുക്ക് നമ്മുടെ നെതർ പോർട്ടൽ വയ്ക്കേണ്ട സംഭവം മാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കി. അത് നമ്മൾ കൃത്യം നടുക്ക് തന്നെ കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഏകദേശം കൃത്യം നടുക്ക് വന്നു. ഇത് നടുക്ക് വന്നോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം കണക്കൊക്കെ കൂട്ടി നോക്കണം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കണക്കൊക്കെ കൂട്ടി നോക്കി. 6, ഇനി നമ്മൾ അപ്പുറേ 1 2 3 3 ആയുള്ളൂ. അപ്പം നമ്മുടെ കണക്ക് ശരിയല്ല. അപ്പം നമുക്കിത് പൊളിച്ച് ഒന്നുകൂടി പണിയേണ്ടി വരും. ഓക്കെ, അങ്ങനെ നമ്മൾ ഇപ്പോൾ കണക്കൊക്കെ നമ്മൾ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് പോയി ഇവിടെ വയ്ക്കാനുള്ള കോബിൾ സ്റ്റോൺ എടുത്തിട്ട് വരാം, നടുക്ക് വയ്ക്കാനുള്ളത്. ഹാവു സ്കെൽട്ടൻ ചന്തിക്ക് തന്നെ തന്ന്. ഇവൻ വെടി നിർത്തണില്ലോടാ, ഭയങ്കരമായിട്ട് അവൻ വെടി വെക്കണ. അങ്ങനെ നമ്മൾ കോബിൾ സ്റ്റോൺ എടുത്തുകൊണ്ട് വന്നു. പിന്നെ നമ്മൾ നടുക്ക് നമ്മുടെ കോബിൾ സ്റ്റോൺ വെക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ സൈഡ് നമ്മൾ കോബിൾ സ്റ്റോൺ വെച്ച് കഴിഞ്ഞു. പിന്നെ നമ്മൾ നടുക്ക് നമ്മുടെ നെതർ പോർട്ടൽ നമുക്ക് വെക്കണം. നെതർ പോർട്ടൽ വെച്ച് കഴിഞ്ഞാണ് അതിൻ്റെ മുകളിൽ നമുക്കൊരു ട്രീ പോലെ പണിയണം. അതുകൊണ്ട് നമ്മൾ നെതർ പോർട്ടൽ വെച്ചു. പക്ഷെ നമ്മൾ വെച്ചപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിപ്പോയി. അതുകൊണ്ട് പിന്നെ നമ്മൾ അതൊന്നുകൂടി പൊളിച്ച് വെക്കേണ്ടി വന്നു. നന്നായി, എനിക്ക് അപ്പളേ അറിയാമായിരുന്നു എന്തോ ഒരു തെറ്റ് പറ്റിപ്പോയെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നുകൂടി പൊളിച്ച് വെക്കാം. അങ്ങനെ നെതർ പോർട്ടൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് കത്തിക്കാം. എന്നിട്ട് നമുക്ക് എവിടെയാണ് കിട്ടണമെന്ന് നോക്കാം.
ഇതൊരു വ്യത്യാസവും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് കിട്ടിയിടത്ത് തന്നെയാണ് കിട്ടിയത്. അത് വലിയ ശോകമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കുഴപ്പമില്ല. നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും കുറച്ച് ഇതൊക്കെ മൈൻ ചെയ്തുകൊണ്ട് പോകാം. അതിനുശേഷം നമ്മൾ അവിടുന്ന് വന്ന് ഈ ഒരു ഏരിയ മൊത്തം നമ്മൾ നെതർ അക്കൗണ്ട് ഫില്ല് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ സംഭവം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ അവസാനം നമ്മുടെ ഈ ഒരു ഐലൻഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള പണി എന്ന് തോന്നുന്നത്. നമുക്ക് എന്താ പറയണേ, ഇവിടെ ഒരു മരം പോലെ പണിയേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഡിസൈനൊക്കെ ആയിട്ട് കൊടുക്കാം. മരം പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും. മറ്റേ ഹോസോംബി വന്നിട്ടുണ്ട്. അത് ട്രേഡറൊക്കെ കുത്തിക്കൊല്ലുകയാണ്. അതെന്തെങ്കിലും കാണിക്കട്ടെ, നമുക്കത് മൈൻഡൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ നമ്മുടെ മരത്തിൻ്റെ പണി തുടങ്ങി. അതായത് ഈ ഓൾഡായിട്ടുള്ള കുറേ ട്രീസ് ഇല്ലേ, അതേപോലത്തെ ഒരു ട്രീ ആണ് നമ്മളിവിടെ പണിയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണിയായിട്ട് നമ്മളാദ്യം നമ്മുടെ സ്റ്റെമ്മ് പണിയണം. അങ്ങനത്തെ ഒരു പണിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പണി പിന്നെ നമ്മൾ തുടങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ക്രീപ്പർ വന്ന് എല്ലാം നശിപ്പിക്കാൻ നോക്കി. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. വലിയ ശല്യമാണല്ലോ. പോ. അയ്യോ, എല്ലാം നശിപ്പിക്കില്ലേ, വെള്ളത്തിൽ ചാടാതാ നല്ലത്. എനിക്ക് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. നമ്മളിവൻ്റെ ശരിക്കുള്ള മുതലാളിനെ കൊന്നു. അപ്പോൾ ഇനി മുതൽ നമ്മളാണ് ഇവൻ്റെ ഇവനായിരിക്കും നമ്മുടെ ഈ ഒരു ഐലൻഡിൽ നമുക്കിനി വർഷങ്ങളോളം കൂട്ടുണ്ടാവുക. നമുക്കിവനൊരു സാഡിലെടുത്ത് ഇവിടെ എവിടെയെങ്കിലും കെട്ടിയിടാം. നമുക്കിവനെ ഐസായിട്ട് ഇവിടുത്തെ ഒരു സ്ഥലത്ത് നമുക്കിവനെ ലഷ് ചെയ്തിടാം. അപ്പോൾ ഇവനായിരിക്കും നമ്മുടെ ഇന്ന് മുതൽ നമ്മുടെ ഫ്രണ്ട്. ഇവൻ്റെ പേര് നമുക്ക് രാവിലെ ഇടാം. സ്പെസിഫിക്കായ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സോംബി ഹൗസ് വെയിലത്ത് സോംബിനെ പോലെ കത്തിക്കരിയും. അതെനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ അവൻ ചത്തുപോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ക്രീപ്പർ വന്ന് ഇത് പൊട്ടിയും തെറിപ്പിച്ചു. അതുകൊണ്ട് നമുക്ക് ബാക്കി ബിൽഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കി ബിൽഡിലേക്ക് ഫോക്കസ് ചെയ്യാം. അതെങ്കിലും മര്യാദക്ക് നടക്കട്ടെ. അതിനുശേഷം നമ്മൾ പിന്നെ നെതർ പോർട്ടലിൻ്റെ ഫോക്കസിലേക്ക് തന്നെ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഒന്നും പറയണ്ട, നമ്മുടെ നെതർ പോർട്ടലിൻ്റെ ആ ഒരു വുഡൊക്കെ നമ്മൾ ഏകദേശം കിടിലായിട്ട് തന്നെ പണിത് കഴിഞ്ഞു. ഇനി നമുക്ക് ലീഫും കൂടി പണിതാൽ മതി. അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ലുക്ക്. എനിക്കറിയാം ഞാൻ കുറേ സ്കിപ്പ് ചെയ്ത് വിട്ടു. പക്ഷേ അതിന് കാരണം എൻ്റെ മെയിനായിട്ടും എൻ്റെ കുറേ ക്ലിപ്പ് നഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോക്കായിരുന്നു. നിങ്ങളെ കാണിക്കാൻ നിങ്ങൾക്കും ഭയങ്കരമായിട്ട് ബോറടിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ലുക്ക്. ഇത് കാണുമ്പോൾ കുറച്ച് വൃത്തികേടായിട്ട് തോന്നുമെങ്കിലും കുറച്ച് ലാൻഡേണൊക്കെ വെച്ച് കുറച്ചുകൂടി ഒന്ന് അഡ്വാൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇത് കിടിലമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് നമുക്ക് കാണാം. ബട്ട് കുറച്ച് അപ്ഗ്രേഡ്സ് അവിടെയും ഇവിടെയൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് കൊടുക്കേണ്ടി വരും. ലൈക്ക് ഈ ഒരു വുഡ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ പുറകിൽ എന്തെങ്കിലും ലീഫ് വയ്ക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് മതിയായിരിക്കും. ഇനി നമുക്ക് ലാൻഡേണൊക്കെ വെച്ച് സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ നമ്മൾ ലാൻഡേൺ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മരത്തിലും ഓരോ ലാൻഡേണായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ നെതർ പോർട്ടൽ പൊളിക്കുമെന്ന് ലാൻഡേൺ വെച്ച് ചെയ്യുമ്പോൾ. പക്ഷേ പണി കഴിഞ്ഞിട്ട് നമുക്കിനി കുറച്ച് സാധനങ്ങളും കൂടി വേണം. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യാം. ഇതിൽ മെയിനായിട്ട് വേണ്ടത് ഈ ഫെൻസസ് ആണ്. കാരണം നമുക്ക് ഇപ്പോൾ ഇതിനൊരു ഇതില്ല. നമുക്ക് ഇതൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇതിനൊരു അത് കിട്ടുന്നതായിരിക്കും. അത് കാര്യമാക്കേണ്ടത് നമുക്ക് ഈ ഫെൻസ് ഇതിൻ്റെ ചുറ്റുമൊക്കെ വെക്കണം. ഓക്കെ, ഫെൻസ് തീർന്നു പോയി. അപ്പോൾ നമുക്ക് ഇനി നെതറിലേക്ക് പോയി ഈ വുഡൊക്കെ കളക്ട് ചെയ്തിട്ട് വരണം. പിന്നെ അതിനുശേഷം നമ്മൾ നെതറിൽ പോയി നമ്മുടെ ആവശ്യത്തിനുള്ള റിസോഴ്സ് കളക്ട് ചെയ്യും. രാത്രി നമ്മുടെ നെതർ പോർട്ടൽ കാണാൻ വേറൊരു പ്രത്യേക വൈബാണ്. നമ്മൾ കുറച്ചുകൂടി ഫെൻസസ് ഒക്കെ വെച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി കിട്ടില്ലായിരിക്കും. കുറച്ചുകൂടി സാധനം കളക്ട് ചെയ്യുന്നുണ്ട്, അതൊന്ന് കളക്ട് ചെയ്യട്ടെ. അങ്ങനെ പിന്നീട് നമ്മുടെ ഫെൻസസ് നമ്മുടെ റൗണ്ടിൻ്റെ ചുറ്റും മൊത്തം വെച്ചു. പക്ഷെ നമുക്ക് ഇനിയും വെക്കാനുണ്ട്. നമ്മുടെ ഈ ഒരു ഏരിയ മൊത്തം വെക്കണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഇനിയും പ്ലാങ്ക്സിൻ്റെയും വുഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഒന്നുകൂടി നെതറിൽ പോകണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഞാൻ നെതറിൽ പോയിട്ട് തിരിച്ചു വരുന്നതാണ്. ഇവിടെ ഒരു ഉണ്ട്, അതിന് മൈൻഡൊന്നും ആക്കുകയൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഇത്ര വുഡ് മതിയായിരിക്കും.
നമുക്ക് ഇത് പണിയാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ബാക്കി ഫെൻസും കൂടി പണിയാം. ഓക്കെ, അങ്ങനെ ആവശ്യത്തിൽ കൂടുതൽ ഫെൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബ്രദേഴ്സ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ പണിയും കൂടി പെട്ടെന്ന് അങ്ങ് തീർക്കാം. എന്നിട്ട് നമുക്ക് നെതർ പോർട്ടലിലെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതാണ് നെതർ പോർട്ടലിലെ ഫൈനൽ ലുക്ക്. ആ ടൂണും ഈ ഒരു നെതർ പോർട്ടലും എല്ലാം ഭയങ്കര സെറ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഈ സംഭവം കുറേ കൂടി കളക്ട് ചെയ്തായിരുന്നു നെതർ പോർട്ട് വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് വെച്ച് നോക്കാം. എങ്ങനെയുണ്ട്, സെറ്റായിട്ടില്ലേ? അപ്പോൾ നമ്മുടെ ഈ ഏരിയയൊക്കെ അത്യാവശ്യം നമ്മൾ മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഏരിയയിലേക്ക് കൂടി കുറച്ച് ലൈറ്റൊക്കെ വെച്ച് കൊടുത്ത് നോക്കാം. അങ്ങനെ രാത്രി നമ്മുടെ ബിൽഡ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ നെതർ പോർട്ടലിലെ ഫൈനലായിട്ടുള്ള ലുക്ക്. നമ്മുടെ മരവും മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതൊന്ന് അവോയ്ഡ് ചെയ്യുക. ബാക്കിയെല്ലാം നമ്മൾ നെതർ പോർട്ടൽ നമ്മൾ നല്ല കിടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പുറകിലും നമ്മൾ അത്യാവശ്യം ഡെക്കറേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. മരത്തിന് വലിയ ഡെക്കറേഷൻ ഇല്ല എങ്കിലും. സോ ഈ ഒരു വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാവർക്കും ഒരുപാടധികം നന്ദി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ നെതർ പോർട്ടലിൻ്റെ ബിൽഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ സ്കെലറ്റനെ ഓർത്തുകൊണ്ട് എനിക്ക് 20 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. 10 സബ്സ്ക്രൈബേഴ്സായി പിന്നെ ഒരു 10 കൂടി മതി. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ ബിൽഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സി യു.